ഷെഫ് പിള്ളയുടെ കൊല്ലത്തുള്ള പുതിയ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയത്. നമ്മുടെ മീൻ ബൈ ഷെഫ് പിള്ള എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ജലദർശിനിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളവിടെ കഴിക്കാൻ കയറിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഊണും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു നൂൽ പൊറോട്ടയും ആ ഒരു ഫിഷ് നിർവാണയും. അപ്പോൾ ഇതാണ് ആദ്യം ഓർഡർ ചെയ്തത്. അപ്പം ഊണിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ട് അവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചെമ്മീൻ ഉള്ളിത്തീൽ എന്ന സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ അവിടെ സോഫ്റ്റ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ GM നമുക്ക് ആ ഒരു നെയ്മീൻ തവ ഫ്രൈ, അതുപോലെ തന്നെ വേണാട് പാൽക്കൊഞ്ച്, പിന്നെ ഒരു ബീഫ് ഫ്രൈ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നെയ്മീൻ തവ ഫ്രൈ, കാണുന്നൊരു നെയ്മീൻ തവ ഫ്രൈയും പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നിർവ്വാണം, അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചെമ്മീൻ ഉള്ളിത്തീയൽ. അപ്പോൾ ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോംബോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചെമ്മീൻ ഉള്ളിത്തീയലാണ്. പിന്നെ നമുക്ക് ഈ ഒരു നെയ്മീൻ തവ ഫ്രൈ, നെയ്മീൻ മാത്രമല്ല വേറെ കുറേ ഫ്രൈ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്കൊരു സ്റ്റാർട്ടർ ഐറ്റമാണ് ആക്ച്വലി ഈ പറയുന്ന വേണാട് പാൽക്കൊഞ്ച് എന്നുള്ളത്. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം നൂൽ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ചെമ്മീൻ ഉള്ളിത്തീയൽ എടുത്തിട്ട് നമ്മുടെ ചോറിനോടെ കുറച്ച് കഴിച്ച് നോക്കി. അസാധ്യ രുചിയായിരുന്നു. അപ്പോൾ നമുക്ക് ലഞ്ചിന് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു ചെമ്മീൻ ഉള്ളിത്തീയൽ, അതുപോലെ തന്നെ ഈ ഒരു നെയ്മീൻ തവ ഫ്രൈ, അതുപോലെ തന്നെ ചോറ്. പിന്നെ ബ്രെഡ് ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂൽ പൊറോട്ട, അല്ലെങ്കിൽ അപ്പം, പിന്നെ അതുപോലെ തന്നെ പുട്ട്, ഇതിനോടൊക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ നിർവ്വാണയാണ്. ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാണ്, നല്ല ആംബിയൻസ് ആണ്. നമ്മുടെ അഷ്ടമുടിക്കായലിനോട് ചേർന്ന് നമുക്ക് നല്ല രീതിയിലൊരു ഫുഡ് ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് നല്ല തിരക്കാണ്ട് ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ടാണ് ഇവിടെ കഴിക്കാൻ പറ്റുന്നത്. എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ.